അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് വിളവെടുപ്പ് കാണിക്കാനാണ്, റംബൂട്ടാൻ്റെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും. ഇവിടെ ഒരു 2.5 ഏക്കറോളം റംബൂട്ടാൻ്റെയും 3 ഏക്കറോളം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും കൃഷിയുണ്ട്. നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളത്തുള്ള മണിയിടാണ്. മണിയിടുള്ള പോളിയേട്ടൻ്റെ കൃഷിയിടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള റംബൂട്ടാനാണുള്ളത്, N18ഉം E35. അതിൽ N18 ആണ് റെഡ് കളർ വരുന്നത്, E35 എന്ന് പറയുന്നത് യെല്ലോ കളറാണ് വരുന്നത്. N18 ആണ് ഏറ്റവും സാധാരണയായിട്ട് കൂടുതലും കൃഷി ചെയ്ത് വരുന്നത്. യെല്ലോ ഷെയ്ഡുള്ള ഈ റംബൂട്ടാനായ E35ന് കുറച്ചും കൂടെ മധുരമുണ്ട്, അതുപോലെ വാട്ടർ കണ്ടൻറ്റും കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ ഫ്ലഷ് കൂടുതലായിട്ട് വരുന്നത് റെഡിനാണ്. ഇപ്പം നമ്മൾ ആദ്യം N18 ആണ് കുറച്ച് പറിച്ച് ഇടുന്നത്. E35 കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റംബൂട്ടാൻ്റെ കാര്യം പറഞ്ഞ് പോളേട്ടനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് പോളേട്ടൻ, ഈ കൃഷി ഇടത്തിൻ്റെ എല്ലാം ഉടമ. ഇതല്ലാണ്ട് നമുക്ക് നാടൻ റംബൂട്ടാനും ഉണ്ട്. നാടൻ റംബൂട്ടാൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുരുവിൽ നിന്ന് ഫ്ലഷ് വേറിട്ട് പോരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. നല്ല ഭംഗിയാണ് ഇതിൽ ഉണ്ടായി ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. നമ്മളതിനകത്തൂടെ ഒത്തിരി ഇങ്ങനെ നടന്നു. ഇതിനു മുമ്പ് നമ്മൾ റംബൂട്ടാൻ മേടിക്കാനായിട്ട് ഒരു വീട്ടിൽ പോയായിരുന്നു. അപ്പം അവിടെ വീണ്ടും ചെന്നപ്പോൾ അവിടുത്തെ റംബൂട്ടാൻ എല്ലാം തീർന്നു. അപ്പം അവരാണ് പറഞ്ഞത് ഇവിടെ പോളിയേട്ടൻ്റെ അടുത്ത് റംബൂട്ടാൻ ഉണ്ടെന്ന്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് E35 യെല്ലോ പറിക്കാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ റംബൂട്ടാൻ. നല്ല ടേസ്റ്റാണ്. കേരളത്തിലുള്ള പല സ്ഥലത്തേക്കും ഇവിടുന്ന് റംബൂട്ടാൻ കയറ്റി വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും തീരുമല്ലേ? കൊച്ചിന് ഇഷ്ടമായോണ്ട് അപ്പം നമ്മൾ കുറച്ച് റംബൂട്ടാനൊക്കെ മേടിച്ചു. 2 കിലോയോളം റംബൂട്ടാൻ നമ്മൾ വീട്ടിലോട്ട് മേടിച്ചു. അടുത്തതായി നമ്മൾ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിടത്തേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിടം കാണുന്നത്. അല്ലാതെ നമ്മൾ വീടുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും രണ്ടുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൃഷിയിടത്തിലേക്ക് വന്ന് കാണുന്നത്. ഇതിപ്പോൾ താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇനി ഞാൻ മേളിൽ കയറി നിന്ന് നല്ല അടിപൊളി ഒരു വ്യൂ കാണിക്കാം. കണ്ടോ, നല്ല വിശാലമായ ഏരിയയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ റംബൂട്ടാൻ്റെ കൃഷിയും കാണാം. അങ്ങ് ദൂരെ വരെ ഉണ്ട് ഈ റംബൂട്ടാൻ്റെ കൃഷി. നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഏരിയ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പുറത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ റംബൂട്ടാനാണ്. റംബൂട്ടാൻ്റെ ഇവിടം വരെ, ഇവിടുന്ന് അങ്ങനെ ദൂരെ വരെ അപ്പുറത്തെല്ലാം റംബൂട്ടാനുണ്ട്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളു. ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ. കുറേയൊക്കെ വിളവെടുത്ത് ഇവിടുത്തെ. നമുക്കിതിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ മുള്ളൊക്കെ കൊള്ളാതെ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ കയ്യിലൊക്കെ മുള്ളൊക്കെ കൊള്ളും. ഇതുണ്ട്, ഇത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടോ, റിങ് പോലെ ടയറൊക്കെ സെറ്റ് ചെയ്ത് അതേലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് തൂണ് സെറ്റ് ചെയ്തിട്ട് നമ്മളിതുവഴി നടന്നു പോകുമ്പോൾ കാണാം ധാരാളം ഡ്രാഗൺ ഫ്രൂട്ട്സ് കേട് വന്ന് കിടക്കുന്നതായിട്ട് കാണാം. ഒച്ച് ഈ കൃഷിക്കൊരു വില്ലനായിട്ട് വരാറുണ്ട്.
ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് ധാരാളം കായകൾ കേടുവന്നതായിട്ട് കാണാം. ഇതുപോലെ താഴെ നിന്ന് മുകളിൽ വരെ ഈ കോൺക്രീറ്റ് പില്ലറിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ നട്ടുവെച്ചിരിക്കുന്നത്. മുകളിൽ എന്നിട്ട് ടയർ കൊണ്ട് റൗണ്ട് ചെയ്തിട്ട് അതിനുള്ളിലൂടെ വിടർത്തിയാണ് പുറത്തേക്ക് ഈ ഡ്രാഗൺ ചെടികൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വിടർന്ന് താഴേക്ക് കിടക്കുന്ന ഈ കൈകളിൽ കൂടിയാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. പോളിയേട്ടൻ ഇതിൻ്റെ വിളവെടുപ്പിനൊക്കെ ആയിട്ട് 1-2 പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. പഴുത്തതും മൂത്തതുമായിട്ടുള്ള കായ്കളെല്ലാം പറിച്ചെടുക്കുകയാണ്. അതിനകത്ത് ചിലപ്പോൾ കുറേ ചെറുതൊക്കെ കാണാം. അപ്പോൾ ഈ മഴക്കാലത്ത് അധികം വളരത്തില്ല ഈ സാധനം. വേനൽക്കാലത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൂടുതലായിട്ട് വളർച്ച വയ്ക്കുന്നത്. ഈ കായകൾ ഉണ്ടായി വന്ന തണ്ടുകളാണ് നമ്മൾ വീണ്ടും കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പഴത്തിനുള്ളിലുള്ള അരികൾ ഉപയോഗിച്ച് നമുക്ക് ഇത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇവരിത് ഫുള്ള് കണ്ടോ, അതുപോലത്തെ കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അത് പിരിച്ചെടുത്താൽ പോരും. ഇത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാകാം അവർ കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഡ്രാഗൺ ഫ്രൂട്ട് 2 കളറുകളാണ് വരുന്നത്. അതിൽ ഒന്ന് ഒരു പിങ്ക് കളറും ഒന്ന് വൈറ്റ് കളറുമാണ്. അതിൽ പിങ്ക് കളറാണ് നല്ല ടേസ്റ്റ് ഉള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതും. വൈറ്റ് കളറിന് അത്ര മധുരമൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. നമ്മൾ മേടിക്കുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ട് അവസാനം കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. ഇത് പഴുത്തതാണോ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്, ഒന്നാമത് നമ്മളിതിൽ പുറത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മൃദുവായിട്ട് ഞെങ്ങിപ്പോവും. അതല്ലെങ്കിൽ നമുക്ക് പുറത്തൊരു വിള്ളൽ വരാറുണ്ട് ഇതിൻ്റെ. അല്ലാതെ തന്നെ പഴുത്ത് കഴിയുമ്പോൾ പുറമേ ഒരു പിങ്ക് ഷെയ്ഡും വരും. നമ്മൾ അവിടുന്ന് പറിച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഫ്രൂട്ടുമാണ്. ഇവിടെ പഴുത്തതും പഴുക്കാത്തതും എല്ലാം തരം തിരിച്ച് മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട്. ഈ കിടക്കുന്ന എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീടാണ് പോളിയേട്ടൻ്റെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തിലായിട്ടാണ് ഈ കൃഷികളെല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ വീടിനടുത്തുള്ളതല്ലാതെ വേറൊരു പറമ്പുമുണ്ട്, അവിടെയും ഈ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ മുന്നിലോട്ട് കാണുന്ന പറമ്പിലാണ് നമ്മുടെ റംബൂട്ടാൻ ഫുള്ള് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളൊന്ന് മുറിച്ച് നോക്കാൻ പോവുക. എങ്ങനെയുണ്ട്, മധുരമുണ്ടോ, ഇനി മഴയൊക്കെ ആയതുകൊണ്ട് അതിന് ടേസ്റ്റ് മാറുന്നുണ്ടോ, മധുരം കുറവാണോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പിങ്ക് കളറാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. മുറിക്കാനൊക്കെ ആണെങ്കിൽ ഒട്ടും ഹാർഡല്ല. ഇതേ കത്തിയില്ലാതെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാ, സൂപ്പറാണ്, നല്ല മധുരമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അത്ര വലിയ താല്പര്യമില്ലാത്ത ഫ്രൂട്ടായിരുന്നു, പക്ഷെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിങ്ക് ആയതുകൊണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിന് ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് ബ്ലാക്ക് കളറിൽ ഇതിന് ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതിന് ബ്ലാക്ക് കളർ ഉണ്ട്, അതുകൂടെ കൂട്ടി നമ്മൾ കഴിക്കുന്നത്. ഇത് 2 വെറൈറ്റി ഉണ്ട്, വൈറ്റും ഉണ്ട്. ശരിയാ, കസ്കസ് മറ്റേ ചിയാ സീഡ് ഇരിക്കുന്ന പോലെ ഇതിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ എങ്ങനെയാ ഇത് വളർത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ശിഖരം വളർന്നു വരുന്ന ആ ശിഖരം തന്നെ വെച്ചിട്ട് വളർത്തുന്നതെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ.